ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് ഞാൻ ഇതുപോലെ ഒരു പഴയ ഷർട്ട് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പായിട്ടും ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. അത് കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഷർട്ട് ഇതെങ്ങനെ നല്ലപോലെ ഒന്ന് വിടർത്തിയിടുക, ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. ചുരുണ്ടിരുന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺസ് എല്ലാം ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷർട്ടിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ഭാഗമാണ് കാണേണ്ടത്. സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഈ ബട്ടൺ ഇരിക്കുന്ന പോർഷനായിരിക്കും. വീതി ഭാഗം കൊണ്ട് സെൻറ്ററായിട്ട് വരുന്നത് ഇതേപോലെയുള്ള ഈ ബട്ടൺ ഇരിക്കുന്ന പോർഷനായിരിക്കും. അപ്പോൾ ഈ ബട്ടൺ ഇരിക്കുന്ന പോർഷനിൽ നിന്നും ഒരു സൈഡിലേക്ക് എത്ര നീളമുണ്ടെന്നൊന്ന് മെഷർ ചെയ്യുക. അപ്പോൾ ഇതിവിടെ വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് 10 ഇഞ്ചുണ്ട്, ഇങ്ങോട്ടേക്കും 10 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ 10 ഇഞ്ച് ആദ്യം ഈ താഴെ ഈ തയ്ച്ചിരിക്കുന്ന പോർഷൻ കഴിഞ്ഞിട്ട് വേണം കേട്ടോ. അപ്പോൾ ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 10 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുകൾ ഭാഗത്തേക്കും ഇവിടെ നിന്നും കണ്ടോ 10 ഇഞ്ചെന്ന് മാർക്ക് ചെയ്യുക. 10 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത് താഴെ നിന്നുമുള്ള 10 ഇഞ്ച്, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മുകളിലേക്കും 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ പോർഷനിൽ നിന്നും ഇതാണ് നമ്മൾ നമ്മുടെ സെൻറ്ററായിട്ട് എടുക്കുന്നത്. ഇവിടെ നിന്നും 2 സൈഡിലേക്കും 10 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡിലേക്കും 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ കണ്ട സെൻറ്റർ ഭാഗത്ത് നിന്നും ഇതേപോലെ തന്നെ ഈ 10 ഇഞ്ച് ഇവിടെ ഒന്ന് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് 10 ഇഞ്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് മാർക്ക് ചെയ്തു പോവുക. ഞാനിതിങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ സെൻറ്ററായിട്ട് 10 ഇഞ്ച് ഡയമീറ്ററിലാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ നടുക്കലത്തെ ഭാഗം മാത്രമായിട്ട് എടുക്കാം. ഇത് മാറ്റാം. ഇനി നമുക്ക് ഇതിനെ കൃത്യം ഇങ്ങനെ പകുതിയാക്കി മടക്കാം. ഇനി നമുക്ക് ഈ മടക്കിയതിന് ശേഷം ഇങ്ങനെ 7 ഇഞ്ച് വരുന്ന രീതിയിൽ കണ്ടോ, 7 ഇഞ്ച് വരുന്ന രീതിയിൽ ടേപ്പ് വെക്കുക. ഇവിടെ നിന്നും ഇവിടേക്ക്, ഇപ്പം ടോപ്പിലല്ല, ഇവിടെ കൃത്യം 7 ഇഞ്ച് കിട്ടണം. ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് 7 ഇഞ്ച് വരില്ല. അപ്പോൾ അങ്ങനെ താഴേക്ക് 7 ഇഞ്ച് വരുന്ന എവിടെയാണോ അവിടെ വയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് പോകാം. ഈ 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് എന്നിട്ട് അവിടെയായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ 6.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴേക്കും 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഈ മാർക്കിങ്ങിൽ നിന്നും ഇവിടെ നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ മാർക്കിങ്ങിൽ നിന്നും താഴേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതും ബോക്സായിട്ട് വരയ്ക്കുക. 2 സൈഡും കർവായിട്ട് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. നമ്മൾ വിടർത്തിയിടുമ്പോൾ ഇങ്ങനെയാണ്. നമുക്കിത് ഈ പോക്കറ്റിൻ്റെ ഈ പോർഷൻ, കുറച്ച് പോർഷൻ ഇവിടെ ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്യാം, ഇല്ലെങ്കിൽ കൂട്ടി തയ്ച്ച് പോയാലും മതി, അറിയില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഷോൾഡർ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി തയ്ക്കുക എന്നുള്ളതാണ്. അതപ്പോൾ നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ 2 പീസ് ഉണ്ടല്ലോ, അങ്ങനെ ഇട്ട് വേണം തയ്ക്കാനായിട്ട്. ഇത് നല്ല പോർഷനാണ്. അതുപോലെ തന്നെ ഇതും നല്ല ഭാഗങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഇട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. ഞാനിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ പോർഷൻ കണ്ടോ, കഴുത്തിൻ്റെ ഭാഗം നമുക്കിത് ബട്ടൺ ആണല്ലോ, അപ്പോൾ ഇതിങ്ങനെ വിടർത്തിയെടുക്കാം. ഈ കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ മടക്കി തയ്ക്കുക, 2 ഫോൾഡ് കൊടുത്ത് മടക്കി തയ്ക്കുക. അല്ലെങ്കിൽ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി കൊണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് പൈപ്പിംഗ് ഇതിന് മാച്ചായിട്ടുള്ള കളർ വെച്ചോ തയ്ക്കാം. അതുപോലെ തന്നെ ഈ കൈയുടെ പോർഷനും, കൈയുടെയും ഫുൾ റൗണ്ട്, ഈ കൈയുടെ ഈ പോർഷനും ഈ കൈയുടെ പോർഷൻ വന്നിട്ട് ഇങ്ങനെ ഫുൾ റൗണ്ടായിട്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ഈ കഴുത്തിൻ്റെ ചുറ്റും അതുപോലെ തന്നെ കയ്യിലും ഫുള്ളായിട്ട് പുറകുവശത്തും ഇതുപോലെ ചുവപ്പ് കളറിലുള്ള പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. തുണി ക്രോസ് പീസ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലെ സൈഡിലായിട്ട്, ഇത് ഉള്ളിലെ സൈഡാണ്, ഇതാണ് നല്ല സൈഡ്. അപ്പോൾ ഉള്ളിലെ സൈഡിലായിട്ട് ഇതേ ഈ ഭാഗത്തു നിന്നും ഒരു 7 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഹാഫ് പോർഷൻ്റെ ഫുൾ ലെങ്തിൻ്റെ സെൻറ്റർ 10 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററായിട്ടൊരു 5 ഇഞ്ച് കണ്ടോ, ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക.
എന്നിട്ട് നമ്മൾ ഏകദേശം 5 ഇഞ്ച് നീളത്തിൽ നിന്ന് ഞാൻ ഇതുപോലെ ഇലാസ്റ്റിക്, ചെറിയ ഇലാസ്റ്റിക്കാണ്, ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മളിത് ഈ വരച്ച മാർക്കിങ്ങിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ വലിച്ചു വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. വലിച്ചു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഞുറുവായിട്ട് വരും. ഇതുപോലെ 4 എണ്ണം എടുക്കുക. ഇതുപോലെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയും വരയ്ക്കണം, അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ സെയിം സ്ഥലത്ത് ബാക്കിൽ 2 സ്ഥലത്തും ഇതേപോലെ തന്നെ നമ്മൾ എലാസ്റ്റിക് വെച്ച് തയ്ക്കുക. ഫ്രണ്ടിൽ 2 പോർഷനിലും അതുപോലെ തന്നെ ബാക്കിൽ 2 പോർഷനിലും ഇത്രയും ഭാഗത്തും നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതുപോലെ 2 സ്ഥലത്തും ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വളരെ ഭംഗിയുള്ള ഒരു കുട്ടി ഫ്രോക്കാണിത്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ കൂട്ടി തയ്ക്കുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഇതിൻ്റെ പുറമേ കൂടെ തന്നെ ഒന്ന് കൂട്ടി തയ്ച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഇലാസ്റ്റിക് വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ നിന്നും ഒരു 3 ഇഞ്ച് വരെ തയ്ക്കുന്നുള്ളൂ. ഇവിടം വരെയും ഇങ്ങനെ കൂട്ടി തയ്ക്കുന്നു. അതുപോലെ തന്നെ മറ സൈഡും കൂട്ടി തയ്ക്കും. ഇപ്പം ഞാൻ 2 സൈഡും ഇവിടം വരെയും തയ്ച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വളരെ ഭംഗിയുള്ള ഒരു ബേബി ഫ്രോക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഇത് തയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.